ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എന്നെ ഒരു അത്ഭുത സാക്ഷിയാക്കി ഇന്ന് ഇവിടെ നിർത്തിയ കൃപയ്ക്ക് കോടാനുകൂടി മഹത്വ സ്തോത്രം. എൻ്റെ മകൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് എൻ്റെ മകളുടെ വിവാഹം. മെഡിസിൻ പഠിച്ച് ഇറങ്ങി ഒരു 2 മാസം കഴിഞ്ഞതും അടുത്ത് PGക്ക് അവൾക്ക് അഡ്മിഷൻ ചെന്നൈയിലെ SRM മെഡിക്കൽ കോളേജിൽ അവൾക്ക് PGക്ക് അഡ്മിഷൻ ആവുകയും അവിടെ 3 വർഷം അവിടെ പഠിക്കുകയും അത് കഴിഞ്ഞ് അവൾ PG കഴിഞ്ഞ് ഇറങ്ങിയതും അവൾക്ക് പോണ്ടിച്ചേരി ഗവൺമെൻറ് കോളേജിൽ പ്രൊഫസറായിട്ട് കയറാനും കർത്താവ് അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മകൾക്ക് വിവാഹം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. 8 വർഷമായി. ഇപ്പോൾ മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നൽകി എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവായ ദൈവം എന്നെ അനുഗ്രഹിച്ച് തലമുറ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ കർത്താവ് എൻ്റെ മകൾക്ക് തലമുറ നൽകി അനുഗ്രഹിക്കുകയും ആ വചനം പറഞ്ഞ് അതിൻ്റെ ഉള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും കൃപ നൽകിയത് ഈ ബ്രദറിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. തലമുറ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലം തന്നെ എന്നുള്ള വചനമൊക്കെ ചന്നം ഭിന്നം പറഞ്ഞ് വാഗൊണ്ട് പറഞ്ഞ് അപ്പോൾ മകൾക്ക് തലമുറ ലഭിക്കാനിടയായി. തലമുറ ലഭിച്ചപ്പോൾ മകൾ പറഞ്ഞ് മകൾക്ക് നല്ല ഡേറ്റ് നോക്കി മകളുടെ കുഞ്ഞ് ജനിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മകളും മകളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ മകൾ പറഞ്ഞ്, ഞാൻ പറഞ്ഞ് മനുഷ്യരാണ് കുഞ്ഞ് എപ്പോഴും ജനിക്കണമെന്ന് തീരുമാനിക്കണതെന്ന് പറഞ്ഞ്. അപ്പോൾ മകൾ അവൾക്ക് അതിനും എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, പിന്നെ അത് നല്ല ജ്യോത്സ്യരെ കൊണ്ട് നോക്കി വേണം കുഞ്ഞ് ജനിക്കാനുള്ളത്. അവളെ കാണിക്കുന്ന ഡോക്ടർ ആ ഹോസ്പിറ്റലെല്ലാം സിസേറിയനാണ്. അതുകൊണ്ട് നല്ല സമയം കുറിച്ച് തലമുറ നല്ല നാളും സമയമൊക്കെ നോക്കി ജനിക്കണമെന്ന് മകൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് താല്പര്യമില്ല. അതോട് നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് അവൾക്ക് വിഷമം പോലെ ഇരുന്ന് നമ്മളാരും അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഞാൻ പ്രാർത്ഥന സമയത്ത് കർത്താവേ നീ അത് കേട്ടല്ലോ, മനുഷ്യരല്ല എപ്പോഴാണ് കുഞ്ഞ് ജനിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അങ്ങാണ്. അപ്പം ആർക്കും ഒരു ഇതില്ലാത്ത അവിടെ ഇഷ്ടം കർത്താവെ മാനിച്ച് തക്ക സമയത്തിന് അപ്പൻ്റെ തക്ക സമയത്തിന് മകൾക്ക് തലമുറയെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ സൃഷ്ടിച്ച് നൽകിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഉരുവിട്ടുകൊണ്ടിരുന്ന് മകൾക്ക് പിന്നെ അത് അവിടെ വായിൽ നിന്ന് വരാൻ നമുക്കിടയായില്ല. കർത്താവ് ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്മസ് 25-ാം തീയതി 25-26 മകൾക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് തന്നെ മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ദൈവത്തിന് തലമുറ നൽകി അനുഗ്രഹിച്ച എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവായ ദൈവത്തിന് കോടാനുകൂടി മഹത്വ സ്തോത്രം. കർത്താവ് എന്നെ ഇനിയും അത്ഭുതങ്ങളുടെ സാക്ഷിയുടെ പെരുമഴ തന്നെ എനിക്ക് പറയാനുണ്ട്. ഇവിടുത്തെ സമയം ചുരുക്കത്തിൽ ഞാൻ നിർത്തുന്നു.